ഹലോ, ലാപ്ലേസ് ട്രാൻസ്ഫോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനുള്ള പുതിയൊരു ക്വസ്റ്റ്യൻ ആണ്. ലീനിയാരിറ്റി പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻസിന് ലാപ്ലേസ് ട്രാൻസ്ഫോം കൊടുക്കാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇത് തോന്നുന്നു 5ാമത്തെ ക്വസ്റ്റ്യൻ, 5th ക്വസ്റ്റ്യൻ. ഇവാലുവേറ്റ് എൽ ഓഫ് ടി സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 2t. നമ്മൾ നേരത്തെ ചെയ്യണ പോലെ തന്നെ എന്ത് ചെയ്യാം. അതായത് എൽ ഓഫ് വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എസ് ടി. എഫ് ഓഫ് ടിക്ക് പകരം എന്തിട്ട് കൊടുക്കുക, ടി സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് 2t ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ഡി ടിയും. അടിയിലുള്ള രണ്ടാൾക്കാർ ഈക്വൽ ആണ്, അതുകൊണ്ട് നമുക്ക് ഇതിനെ കൂട്ടി എഴുതാൻ പറ്റും. വിച്ച് ഈസ് ഈക്വൽ ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് എസ് ടി മൈനസ് 2t ഇൻറ്റു ടി സ്ക്വയർ ഡി ടി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ സെറ്റ് ആണല്ലോ. ഇനി എന്ത് ചെയ്യാം, ഇത് തമ്മിൽ എന്ത് ചെയ്യാം, ഈ ടീനെയും നെഗറ്റീവിനെയും ഞാൻ പുറത്തേക്ക് എടുക്കുകയാണ്. വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് ടീനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ എസ് പ്ലസ് 2 ആണ് ബാക്കി ഉണ്ടാവുക. ഇൻറ്റു ടി സ്ക്വയർ ഡി ടി. പ്രൊഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യാനുണ്ട്. ഫസ്റ്റ് ആരെ പരിഗണിക്കണം, ടി സ്ക്വയറിനെ പരിഗണിക്കണം. എന്നിട്ട് മാത്രമേ എക്സ്പോണൻഷ്യൽ പരിഗണിക്കാവൂ അക്കോർഡിംഗ് ടു ഹൈലൈറ്റ് റൂള്. ഓക്കെ, ഇത് എന്ത് ചെയ്യാം, ഇവിടെ അപ്ലൈ ചെയ്തേക്കാം കേട്ടോ. ഇനി എന്ത് ചെയ്യാം, ഫസ്റ്റ് ഫംഗ്ഷനെ ടി സ്ക്വയർ ആക്കി എടുക്കാം. സെക്കൻഡ് ഫംഗ്ഷൻ ഇ റൈസ് ടു മൈനസ് ടി ഇൻറ്റു എസ് പ്ലസ് 2 ആക്കി എടുക്കാം. അപ്പോൾ എന്താ വരിക, വിച്ച് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ടി സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ടി ഇൻറ്റു എസ് പ്ലസ് 2 ഡി ടി. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു first function into integral of second function e raised to minus t into s plus 2 dt minus integral of derivative of d by dt of first function are t square ആണ് into integral of e raised to minus st dt. ഈ ഒരു ഇന്റഗ്രലാണ് ഡി ടി ചെയ്തത്, ഈ ഒരു ഇന്റഗ്രലാണ് എന്ത് ചെയ്യണം, ഡി ടി ഇട്ട് കൊടുക്കണം. ഓക്കെ, ഇങ്ങനെ വരും. ഇനി ചെയ്യാനുള്ളത് ഇതിനെന്ത് ചെയ്യാം, ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇവിടെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യണേ. 0 ടു ഇൻഫിനിറ്റി. ഓക്കെ, ഇപ്പോൾ ടി സ്ക്വയറിന് അതേമാതിരി രീതി ഫാസ്റ്റ് ആയിട്ട് പറഞ്ഞു പോകുന്നത്. ഇത് ഓൾറെഡി ചെയ്ത സ്റ്റെപ്പുകളൊക്കെ ആയതുകൊണ്ടാണ്. എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്യുക, ഒന്ന് ആലോചിച്ചിട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അപ്പൊ ടി സ്ക്വയർ ഇൻറ്റു ഇതിന്റെ ഇന്റഗ്രൽ എന്തേക്കാരം ഇ റൈസ് ടു. ടീന്റെ കൂടെ ആരൊക്കെ ഉള്ളത്, ഞാൻ അതേമാതിരി എഴുതിട്ട് ആദ്യം ടി ഇൻറ്റു എസ് പ്ലസ് 2 അതേമാതിരി എഴുതി. പിന്നെ ടീന്റെ കൂടെ ആരാ ഉള്ളത്, ഡിവൈഡഡ് ബൈ മൈനസ് എസ് പ്ലസ് 2. ടീന്റെ കൂടെ ഉള്ളത് മൈനസ് എസ് പ്ലസ് 2 ആണ്. അതിനെന്ത് ചെയ്തു, അടിക്ക് എഴുതി. എന്നിട്ട് എന്ത് ചെയ്തു, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും ഇവിടേക്കാക്കി ചുരുക്കി. പിന്നെ എന്ത് ചെയ്യാം, ഇതിന്റെ ടി സ്ക്വയർ എങ്ങനെ വരിക, മൈനസ് ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ 2t ആണ്. പിന്നുള്ളത് ഇന്റഗ്രൽ ഇ റൈസ് ടു മൈനസ് എസ് ടി ആണുള്ളത്. സോറി, ഇവിടെ മാറ്റേക്കാൻ എഴുതണേ. അതായത് ഇവിടെ ഫസ്റ്റ് ഫംഗ്ഷൻ ടി സ്ക്വയർ, സെക്കൻഡ് ഫംഗ്ഷൻ ഇതാണല്ലോ. അപ്പൊ ഇ റൈസ് ടു മൈനസ് എസ് ടി എഴുതിയാൽ പോരാ, മൈനസ് ടി ഇൻറ്റു എസ് പ്ലസ് 2 തന്നെ എഴുതണം കേട്ടോ. ഓക്കെ, മാറിപ്പോകരുത്. ഇന്റഗ്രൽ ഇ റൈസ് ടു മൈനസ് ടി ഇൻറ്റു എസ് പ്ലസ് 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് ടി ഇൻറ്റു എസ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ മൈനസ് എസ് പ്ലസ് 2 ആണ്. പിന്നെ ഒരു ഡി ടി. ഓക്കെ, ഇത്രയും സ്റ്റെപ്പ് ക്ലിയർ ആണല്ലോ. ഇനി എന്ത് ചെയ്യണം, ഇവിടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കണം. ഇതിന് ഇന്റഗ്രേറ്റീവ് ആണ്. ഇവിടെ വീണ്ടും എന്ത് ചെയ്യും, പ്രൊഡക്റ്റ് റൂൾ വരും. ഇത് ഫസ്റ്റ് ഫംഗ്ഷൻ ആക്കി എടുക്കുക, ഇത് സെക്കൻഡ് ഫംഗ്ഷൻ ആക്കി എടുക്കുക. ഞാൻ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് ഞാൻ അവിടെ കിട്ടിയ സംഭവം അങ്ങോട്ട് എഴുതിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടത്, ഇനി ഇവിടെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് എന്ത് ചെയ്യുക, ഈ ഒരു സംഭവം നമുക്ക് ആവശ്യമില്ലാത്തതാണ്. അതായത് ഇവിടെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ 1 ഡിവൈഡഡ് ബൈ മൈനസ് എസ് പ്ലസ് 2 ഞാൻ എന്ത് ചെയ്തു, ഒന്ന് പുറത്തേക്ക് എഴുതിയെടുത്തു. പിന്നെ ഇതിന് അതേമാതിരി എഴുതി ടി സ്ക്വയർ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ടി ഇൻറ്റു എസ് പ്ലസ് 2 0 മുതൽ ഇൻഫിനിറ്റി വരെ. ഈ നെഗറ്റീവ് പോസിറ്റീവ് ആക്കി എഴുതി. പ്ലസ് ഈ 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2 മുകളിൽ 2 ഞാൻ പുറത്തേക്ക് എടുത്തു. 2 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2 ഞാൻ എന്ത് ചെയ്തു, പുറത്തേക്ക് എടുത്തു. ഇന്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി
ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ടി ഇൻറ്റു എസ് പ്ലസ് ടു ഡി ടി. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യാണ്, ഇവിടെ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യാണ്, വിച്ച് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ മൈനസ് എസ് പ്ലസ് ടു. കുറെ നേരമായില്ലേ അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് അപ്ലൈ ചെയ്യുന്നവരെ ഇപ്പൊ ചെയ്യൂ കേട്ടോ. അപ്പൊ എന്ത് ചെയ്യാ, ഈ ടിക്ക് പകരം എന്ത് ചെയ്യുക, ഇൻഫിനിറ്റി കൊടുക്കുക. ഇൻഫിനിറ്റി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ടി ഇൻറ്റു, അതായത് ടിക്ക് പകരമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻഫിനിറ്റി കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ മൈനസ് ഇൻഫിനിറ്റി ആയിട്ട് മാറും. അതായത് ഈ സംഭവം കൊണ്ട് നെഗറ്റീവ് ഇൻഫിനിറ്റി ആണ് ഗുണിക്കുന്നത്, സോറി ഇൻഫിനിറ്റി ആണ് ഗുണിക്കുന്നത്. അപ്പം കിട്ടുന്നത് നെഗറ്റീവ് ഇൻഫിനിറ്റി ആണ്, മൈനസ് ഇതെന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. കാരണം എന്തുകൊണ്ടാണ്, ടിക്ക് പകരം നമ്മൾ 0 കൊടുക്കുമ്പോൾ 0 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ടി ഇൻറ്റു എസ് പ്ലസ് 2 എന്ന് പറയുന്നത് എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. അപ്പൊ എന്തായി മാറി, ഈ ഒരു ടേം മുഴുവൻ 0 ആയിട്ട് പോയി. ഓക്കെ, ഇഷ്ടപ്പെട്ടില്ല കുറെ. ഇനി എന്ത് ചെയ്യാം, 2 ഡിവൈഡഡ് ബൈ എസ് പ്ലസിനെ അതേമാതിരി ഇതാണ് 2 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2. ഇനി ഇവിടെ എന്ത് ചെയ്യാണ്, പ്രൊഡക്റ്റുകൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, 2 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് തൽക്കാലത്തിന് പുറത്തേക്ക് മാറ്റി നിർത്താണ്. ഇനി നമുക്ക് ഇവിടെ ചെയ്യാം. അപ്പോൾ ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ടി എസ് പ്ലസ് 2 ഏതാ ഫസ്റ്റ് ഫംഗ്ഷൻ, ടി ആണ്. കാരണം ഇതെന്താണ്, ആൾജിബ്രായിക് ഫംഗ്ഷൻ ആണ്. അപ്പൊ ഇതിനെ ആദ്യം എടുക്കണം. ഇത് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ്. അതിലേക്ക് റൂൾ പ്രകാരം ആദ്യം ആരെ പരിഗണിക്കണം, ഇയാളെ പരിഗണിക്കണം. അത് കഴിഞ്ഞിട്ട് ഇയാളെ പരിഗണിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ ഇ റൈസ് ടു മൈനസ് ടി ഇൻറ്റു എസ് പ്ലസ് 2 ഡി ടി മൈനസ് ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ എസ് പ്ലസ് 2 ഡി ടി. ഒരു ഡി ടിയും കൂടി, ഡി ടിനോടുള്ള ആറാട്ടാണ്. ഓക്കെ, അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യല്ല, ബ്രാക്കറ്റ് കൊടുക്കുക 0 ടു ഇൻഫിനിറ്റി. ഓക്കെ, പ്രൊഡക്റ്റോട് കൊടുത്തു. ഇനി ഇവിടെ ചെയ്ത അതേമാതിരി തന്നെ ഇവിടെ ചെയ്യേണ്ട, വിച്ച് ഈസ് ഈക്വൽ ടു 2 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2, പിന്നെ ബ്രാക്കറ്റ് ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ടി ഇൻറ്റു എസ് പ്ലസ് 2 ഡിവൈഡ് ബൈ മൈനസ് എസ് പ്ലസ് 2. ടിൻ്റെ കൂടെ ആരാണ്, അയാൾ ഡി കെ എടുത്തു. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് എന്ത് ചെയ്തു, ഇങ്ങോട്ടേക്ക് ചുരുക്കി, മൈനസ് ഡി ടിയും കട്ടാവും. ഇന്റഗ്രൽ ഇ റൈസ് ടു മൈനസ് ടി ഇൻറ്റു എസ് പ്ലസ് 2 എന്ന് പറഞ്ഞാൽ ഇന്റഗ്രൽ ഓൾറെഡി ഉണ്ട്, ഇ റൈസ് ടു മൈനസ് ടി ഇൻറ്റു എസ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ മൈനസ് എസ് പ്ലസ് 2 ഡി ടി 2. ഓക്കെ, 0 ടു ഇൻഫിനിറ്റി. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് ഈ ബ്രാക്കറ്റ് അടിപൊളി കാരണം, പക്ഷേ ഈ ബ്രാക്കറ്റ് ആകെ പോകും. ഓക്കെ, അപ്പൊ എന്താണ്, ഈ നെഗറ്റീവും എന്ത് ചെയ്തു, കട്ടായി. ഇനി ചെയ്യേണ്ടത് ഇവിടെ എന്ത് ചെയ്യണം, 2 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2 എടുത്തു. ഇതൊന്ന് കൂട്ടി മുട്ടെടുത്തോ, ഇത് വേറെയാണ്, ഇത് വേറെയാണ്. ഈസ് ഈക്വൽ ടു ടി. ഇതും പോയി. ടി എന്ന് പറഞ്ഞാൽ എന്താണ്, ടിക്ക് പകരം ഇൻഫിനിറ്റി കൊടുക്കുക. അപ്പൊ ഇൻഫിനിറ്റി ഇൻറ്റു 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2 ഓൾറെഡി പുറത്തേക്ക് എടുക്കണേ, ഒരു നെഗറ്റീവ് ഉണ്ടാവും. ഈ നെഗറ്റീവ് നമ്മൾ ചെയ്തെടുത്ത് ഇൻഫിനിറ്റി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി. അങ്ങനെ വന്ന് നെഗറ്റീവ് വരുന്നതുകൊണ്ടാണ് മൈനസ് 0 ഇൻറ്റു ഇ റൈസ് ടു എന്ന് പറയുമ്പോൾ 0 ആയിട്ട് പോകും. ഇ റൈസ് ടു ബാക്കി പറയണ്ടല്ലോ, ഇ റൈസ് ടു മൈനസ് ടി ഇൻറ്റു എസ് പ്ലസ് 2 എത്രയായി വരിക, എന്തായാലും ഗുണിച്ച് കഴിഞ്ഞാൽ 0 ആയി വരിക. ഇതൊക്കെ പാടെ എന്തായിട്ട് പോകും, 0 ആയിട്ട് പോകും. ഇവിടുത്തെ അതേമാതിരി തന്നെ ആരുള്ളതുകൊണ്ട് ഇവിടെ ഉണ്ടോ, ഇവിടെ ഇ റൈസ് ടു മൈനസ് ഇൻഫിനിറ്റി ആയതുകൊണ്ട് ഇവിടെ 0 ഇൻറ്റു ഇൻഫിനിറ്റി ആണ്, 0 ആണ്. അതേപോലെ തന്നെ ഇവിടെ ഓൾറെഡി നമുക്ക് 0 വന്നു, അതേ സംഭവമാണ് സംഭവിച്ചത്. ഇനി എന്ത് ചെയ്യുക, ഇതിനെ പുറത്തേക്ക് എടുക്കുക. ഈ നെഗറ്റീവ് കൂടി പോസിറ്റീവ് ആയിക്കണേ, പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2 ഇൻറ്റു ഇന്റഗ്രൽ ഓഫ് ഇ റൈസ് ടു മൈനസ് എസ് പ്ലസ് 2 എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു മൈനസ് ടി ഇൻറ്റു എസ് പ്ലസ് 2 ഡിവൈഡഡ് ബൈ മൈനസ് എസ് പ്ലസ് 2. ഓക്കെ, ഈ ഒരു ഭാഗം ഞാൻ വായിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പണി മുഴുവനായില്ല. ഇവിടെ എന്തൊക്കെയാ ചെയ്യാൻ നമുക്ക് ഇനി, ഇവിടെ ഈ ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തില്ല, പോരാത്തതിന് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് എന്ത് ചെയ്യണം, അപ്പൊ 0 ടു ഇൻഫിനിറ്റി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഞാൻ അങ്ങോട്ട് എഴുതിയിരിക്കണ്ടേ. അപ്പൊ ഇനി ഈ ഒരു ടേം എഴുതേണ്ട ആവശ്യമില്ല. 2 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2 അതേമാതിരി എഴുതി. ഓക്കെ, ഈ ഒരു ടേം മുഴുവൻ 0 ആയി പോയിട്ടുണ്ട്. 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2 ഉണ്ട് ഇവിടെ, 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 2 ഉണ്ട് ഇവിടെ. പിന്നെ ഈ ഒരു മൈനസ് എസ് പ്ലസ് 2 ഞാൻ എന്ത് ചെയ്തു, ഇതിന്റെ പുറത്തൊക്കെ എഴുതിയെടുക്കുന്നു. അപ്പൊ എന്തായിട്ട് മാറും, ഇവിടെ സ്ക്വയർ ഇട്ട് കൊടുത്താൽ മതി അല്ലേ.
അതായത് ഈ സാധനം രണ്ടെണ്ണം ഉണ്ട്, ഒരു നെഗറ്റീവും തീരുമാനമായില്ലേ. ഇനി എന്ത് ചെയ്യുക, ഈ ഒരു സാധനത്തിന് മാത്രം ഒന്ന് എഴുതിയിരിക്കണ്ടേ, e raised to minus t into s plus 2 ഇവിടെ വരെ 0 മുതൽ ഇൻഫിനിറ്റി വരെ. ഓക്കെ, ഇനി എന്ത് ചെയ്യാണ്, ഇവിടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കാൻ പോവാണ്. ഇത് സ്ക്വയർ കേട്ടോ, which is equal to 2 divided by s plus 2 into 1 divided by s plus 2. നെഗറ്റീവ് മറക്കരുത്, നെഗറ്റീവ് ഉണ്ട് ഇവിടെ. അടിയിൽ എഴുതിയാലും മുകളിൽ എഴുതിയാലും ഒക്കെ കണക്കാണ്. അടിയിലും മുകളിലും ഒപ്പം നെഗറ്റീവ് വന്നാൽ രണ്ടും കൂടി പോസിറ്റീവ് ആവും, അത് ആലോചിച്ചാൽ മതി. ഒരു e raised to minus t into മൈനസ് ടിക്ക് പകരം ഇൻഫിനിറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്താ വരിക, മൈനസ് ഇൻഫിനിറ്റി വരും അല്ലേ. ഇവിടെ നെഗറ്റീവ് ഉണ്ട്, അതുകൊണ്ട് ഇൻഫിനിറ്റി. ടിക്ക് പകരം ഇൻഫിനിറ്റി കൊടുത്തു, ഒരു ടേമിന് ഇൻഫിനിറ്റി കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൂട്ടുക ഗുണിക്കുക കുറയ്ക്കുക എന്ത് ചെയ്താലും ഇൻഫിനിറ്റി ആണ് കിട്ടുക. ഈ ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കീറാമുട്ടിയാണ്, അത് മാറൂല. അപ്പൊ എന്ത് ചെയ്യുക, പിന്നെ അടുത്തത് e raised to t into 0 പറയുമ്പോൾ t into 0 അല്ല, s plus 2 into 0 പറയുമ്പോൾ e raised to 0 ആണ്. ഞാൻ എന്ത് ചെയ്തു, ഇതേമാതിരി എഴുതി. ഓക്കെ, ഇതിന്റെ വാല്യൂ 0 ആയി പോകും, ഇതിന്റെ വാല്യൂ 1 ആണ്. ഈ നെഗറ്റീവും കൂടി പോസിറ്റീവ് ആയിട്ട് മാറും. ഇവിടെ സ്ക്വയർ ഉണ്ട് കേട്ടോ, രണ്ടെണ്ണേ. അപ്പൊ വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി എന്ത് ചെയ്യാണ്, ഇതിന്റെ ഉള്ളിലേക്ക് ഗുണിക്കുകയാണ്. ഇവിടെ എന്തൊക്കെ ഉണ്ട് പോലെ ഒന്നുകൂടി എഴുതി തരാം. 2 divided by s plus 2 into, ഇനി ഞാൻ ബ്രാക്കറ്റ് ഇങ്ങനെ എഴുതി, കഷ്ടപ്പെട്ട് ഇങ്ങനെ വരക്കണ്ട, അങ്ങനെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. 1 divided by s plus 2 all square. ഇവിടെ ഇൻറ്റു 1 ഉണ്ട് കേട്ടോ, ഇപ്പൊ എഴുതിയില്ലാന്ന് കുഴപ്പമൊന്നുമില്ല. ഇൻറ്റു 1 ഉണ്ട്, അതായത് ഈ ഒരു 1 ഇവിടെ ഉണ്ട് കേട്ടോ. ഇത് 0 ആയി പോയി, പിന്നെ ഈ നെഗറ്റീവ് കൂടി പോസിറ്റീവ് ആയി. ഇത് നമ്മൾ ഗുണിച്ചാൽ മതി. ഗുണിക്കുമ്പോൾ എന്താ വരിക, 2 divided by s plus 2 all cube വരും. ഇതാണ് ഈ ഒരു സംഭവത്തിന്റെ ആൻസർ. തീർന്നില്ല, ഇനി എന്ത് ചെയ്യണം, വേറൊരു ക്വസ്റ്റ്യനും കൂടി ഞാൻ ചെയ്തുതരാം. നമ്മളെങ്കിൽ ഇവിടെ എഴുതാം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഹോംവർക്ക് ആക്കി എടുക്കാം. നമ്മൾ വീട്ടിൽ നിന്ന് എന്ത് ചെയ്താൽ മതി, ചെയ്ത് നോക്കൂലെന്ന് എനിക്കറിയാം, പക്ഷെ എൻ്റെ ഒരു സമാധാനത്തിന്. അപ്പൊ ഹോംവർക്ക് ഇതാണ്, L of e raised to t into cos t. ഇതാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത്. ഇതിന്റെ ആൻസർ ഞാൻ കമന്റ് ബോക്സിൽ എന്ത് ചെയ്യാം, പിൻ ചെയ്ത് വെക്കാം. അപ്പൊ എന്ത് ചെയ്യാം, ഇതൊന്ന് ചെയ്ത് നോക്കണേ. ഇത് ക്വസ്റ്റ്യന് എക്സാമിന് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ചെയ്തേക്കോളും. അപ്പൊ എന്ത് ചെയ്യാ, ഈ ഒരു സംഭവം ചെയ്യാ. e raised to t ഇതാണ്, cos t ഇതാണ്. ഇതിനെ തമ്മിൽ എന്ത് ചെയ്യാ, e raised to minus st കൊണ്ട് ഗുണിക്കുക. ഇന്റഗ്രൽ 0 to infinity e raised to minus st into e raised to t into cos t എന്നിട്ട് എന്ത് ചെയ്താൽ മതി, ചെയ്താൽ മതി. അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. താങ്ക് യു.